നമുക്കിപ്പം സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, അതിദാരുണമായ ഒരു അപകടം രാവിലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ അപകട വാർത്ത കേൾക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ജയലക്ഷ്മി, ഏതായാലും അത്യന്തം ദാരുണമായ അപകടമാണ്. കാരണം നമ്മൾ ദിവസവും ഇത്തരത്തിലുള്ള അപകട വാർത്തകളാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് വലിയ ഒരു ദുഃഖകരമായ കാര്യമാണ്. നമ്മളിപ്പോ യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ ഈ വെമ്പായത്തിനടുത്തും ഇതുപോലെ അപകടം, ഈ നിരത്തുകളിൽ അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്ന ഒരു സ്ഥിതി ഇപ്പൊ യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഈ കൂടൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രധാന നാഷണൽ ഹൈവേക്ക് സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ, ഏതാണ്ട് ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് ഈ ശബരിമല ഈ സീസണുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാം നിരത്തുകളിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എത്തുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ മറ്റ് ജില്ലകളിൽ നിന്നും പത്തനംതിട്ടയുടെ ഭാഗങ്ങളിലേക്ക് ആദേശീയ പാതയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വലിയൊരു തിരക്ക്, അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നിരത്തുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പലപ്പോഴും ആ വിഷയങ്ങൾ പോലും ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. വലിയൊരു തിരക്ക്, പലപ്പോഴും ഈ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി, രാത്രിയിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെയും അത്തരത്തിൽ ആണ് അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏതായാലും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും ഈ അനുവിനെയും അതോടൊപ്പം തന്നെ നിഖിലിനെയും വിളിച്ചുകൊണ്ട് വരികയായിരുന്നു ഇരുവരുടെയും പിതാക്കന്മാർ. ആ ഭാഗത്ത് വെച്ച് ഒരു 4 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ശരി, എന്തായാലും